വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ലെൻസസ് ലോ ആണ്. ഫസ്റ്റ് നമുക്ക് ലെൻസസ് ലോയുടെ ഡെഫിനിഷൻ നോക്കാം. ലെൻസസ് ലോ states that induced electromotive force with different polarities induces a current whose magnetic field opposes change in magnetic flux through the loop in order to ensure that original flux is maintained throughout the loop when current flows in it. അതായത് ഡിഫറെന്റ് പൊളാരിറ്റീസ് ഉള്ള ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താണ്, ഒരു കറണ്ടിനെ ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും ലൂപ്പിൽ കൂടി. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒറിജിനൽ ഫ്ലക്സ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴും മെയിൻറ്റെയിൻഡ് ആവുന്നുണ്ടെന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ഇതാണ് ലെൻസസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ലെൻസസ് ലോ നമ്മൾ ഫോം ചെയ്യുന്നത് ഫാരഡേസ് ലോയിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇ എം എഫിന്റെ ഇക്വേഷൻ നോക്കാം. മൈനസ് എൻ ഇൻറ്റു ഡെൽറ്റ ഫൈവ് ബൈ ഡെൽറ്റ ടി അല്ലെ. ഇവിടെ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡ്യൂസ്ഡ് ആവുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. എൻ എന്താണ്, നമ്പർ ഓഫ് ലൂപ്സ് ആണ് വരുന്നത്. ഡെൽറ്റ സൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സും ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈമും. ഓക്കെ, ഇതാണ് ലെൻസസ് ലോയുടെ ഇ എം എഫ് ഇക്വേഷൻ വരുന്നത്. ലെൻസസ് ലോ ആക്ച്വലി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ ലെൻസസ് ലോയുടെ ഇക്വേഷനിൽ നമ്മൾ ഒരു മൈനസ് സൈൻ കണ്ടു അല്ലെ. മൈനസ് എൻ ഇൻറ്റു ഡി സൈ ബൈ ഡി ടി നമ്മൾ കണ്ടു അല്ലെ. അത് എന്തിനാണ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദ കോയിൽ ഇസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് ഇൻഡ്യൂസ്ഡ് ആവുന്ന ഇ എം എഫ് അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അതാണ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. നമ്മൾ ലെൻസസ് ലോയിൽ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആവുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ അതാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. When a magnetic flux linking a conductor or coil changes, an electromotive force or EMF is induced in the conductor or coil known as induced EMF. അതായത് ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, അവിടെ ഒരു ഇ എം എഫ് അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആ കണ്ടക്ടറിൽ അല്ലെങ്കിൽ കോയിലിൽ ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഇനി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫും സെക്കൻഡ് വരുന്നത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫും. First നമുക്ക് statically induced EMF നോക്കാം. When the conductor is stationary and magnetic field is changing, the induced EMF is known as statically induced EMF. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചിങ്ങും കണ്ടക്ടർ സ്റ്റേഷനറി ആയിട്ടും ഉള്ള കണ്ടീഷൻ ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ആവുന്ന ഇ എം എഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നായിരിക്കും അറിയപ്പെടുന്നത്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് ട്രാൻസ്ഫോമറിലാണ്. ഓക്കെ, അതിന് പേര് വരാൻ കാരണം തന്നെ എന്താണ്, കണ്ടക്ടർ സ്റ്റേഷനറി ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോഴാണ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആവുന്നത്. അതുകൊണ്ടാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ആവുന്നുണ്ട്. സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫും മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫും. Next, self-induced EMF. When a EMF is induced in the coil due to change of its own magnetic flux linked with it is known as self-induced EMF. ഒരു കോയിൽ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആവുന്നത് അതിൽ കൂടി തന്നെയുള്ള ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണമാണെങ്കിൽ അതിനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. When a current flows in a coil, a magnetic field produced by this current through the coil. നമ്മൾ പറഞ്ഞല്ലേ കോയിലിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പൊ ആ കറണ്ട് കോയിലിൽ കൂടി പാസ് ചെയ്യുന്നത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് കോയിലും എന്താണ്, ചേഞ്ച് ആവും. ഓക്കെ, അപ്പം ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചിട്ട് ഒരു ഇ എം എഫ് കോയിലിൽ ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ട്. ഈ ഒരു മെത്തേഡിൽ ഇൻഡ്യൂസ്ഡ് ആവുന്ന ഇ എം എഫിനാണ് നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ഇ ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ദി കോയിലാണ്. നെക്സ്റ്റ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും രണ്ട് കോയിൽസ് ഉണ്ടാവും. അതായത് ഒരു കോയിലിൽ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആവുന്നത് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നെയ്ബറിംഗ് കോയിലിന്റെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് കാരണമായിരിക്കും. അങ്ങനെ ഫ്ലക്സ് ഇൻഡ്യൂസ്ഡ് ആവുമ്പോഴത്തേക്കുമാണ് നമ്മൾ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്, രണ്ട് കോയിൽസ്, കോയിൽ 1ഉം കോയിൽ 2ഉം നമ്മൾ അഡ്ജസന്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു കോയിൽ 1ന്റെ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ കോയിൽ 2ന്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് പാർട്ടുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം എന്താണ്, രണ്ട് കോയിൽസിനും ഒരു കോമൺ ആയിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഓക്കെ, അതിനെ മ്യൂച്വൽ ഫ്ലക്സ് എന്നാണ് നമ്മൾ പറയുന്നത്.
ഇനി കോയിൽ 1ലെ കറണ്ട് ചേഞ്ച് ചെയ്താൽ മ്യൂച്വൽ ഫ്ലക്സും എന്താണ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. അപ്പം EMF എന്താണ് രണ്ട് കോയിൽസിലും ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ട്. EMF ഇൻഡ്യൂസ്ഡ് ഇൻ സെക്കൻഡ് കോയിലിനെയാണ് നമ്മൾ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? EMF എങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് ആവുന്നത്? ചേഞ്ച് ഇൻ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ കോയിൽ 1. ഓക്കെ, അതുകൊണ്ടാണ് സെക്കൻഡ് കോയിലിലെ EMF-നെ നമ്മൾ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഇവിടെ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF-ന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് M into di1 by dt ആണ്. M എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽസ്. Next, dynamically induced EMF. When the conductor is moved in a stationary magnetic field so that the magnetic flux linking with it changes in magnitude as the conductor is subjected to a changing magnetic, therefore an EMF will be induced in it. നമ്മളൊരു കണ്ടക്ടർ ഒരു സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡിലേക്ക് മൂവ് ചെയ്താൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്? മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ടാവും. ഇങ്ങനെ ഇൻഡ്യൂസ്ഡ് ആവുന്ന EMF-നാണ് നമ്മൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് DC AC ജനറേറ്റേഴ്സിലാണ് നമ്മൾ കാണുന്നത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഇവിടെ ഈ ഒരു ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന നെയിം വരാനായിട്ട് കാരണം എന്താണ്? EMF കണ്ടക്ടറിൽ ഇൻഡ്യൂസ്ഡ് ആവുന്നത് മോഷൻ അല്ലെങ്കിൽ കണ്ടക്ടർ മൂവിങ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഇൻഡ്യൂസ്ഡ് ആവുന്നത്. അതുകൊണ്ടാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് നമ്മൾ പറയുന്നത്. Consider a conductor of length L meters moving with velocity of v meter per second at right angles to a uniform stationary magnetic field of flux density b Weber per meter square. അതായത് ഒരു കണ്ടക്ടർ ഓഫ് ലെങ്ത് L മീറ്ററിനെ നമ്മൾ എന്താണ് ഒരു സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡിലേക്ക് മൂവ് ചെയ്യാണ് വിത്ത് വെലോസിറ്റി v മീറ്റർ പെർ സെക്കൻഡ് അറ്റ് റൈറ്റ് ആംഗിൾസ്. ഓക്കെ, ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി എത്രയാണ്? b വെബർ പെർ മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എത്രയായിരിക്കും? എങ്ങനെയാണ് അത് എക്സ്പ്രഷൻ വരിക നോക്കാം. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF E എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു BLV വോൾട്ട്സ് ആയിരിക്കും. B എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. L എന്താണ്? ലെങ്ത് ഓഫ് കണ്ടക്ടർ. V വന്നിട്ട് നമ്മൾ ആ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു വെലോസിറ്റി. ഓക്കെ, അപ്പം ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF-ന്റെ എക്സ്പ്രഷൻ വരുന്നത് ഇങ്ങനെയാണ്, ഈക്വൽ ടു BLV വോൾട്ട്സ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ആ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിലുള്ള എക്സ്പ്രഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഈക്വൽ ടു BLV സൈൻ തീറ്റ ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ഈ ഒരു എക്സ്പ്രഷൻ വരാൻ കാരണം നോക്കാം. ഈക്വൽ ടു BLV സൈൻ 90 ഡിഗ്രിയിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സൈൻ 90 എത്രയാണ്? 1 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി BLV മാത്രമേ എക്സ്പ്രഷനിൽ വരുള്ളൂ. ഇവിടെ സൈൻ 90 അല്ലാണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ആംഗിളിലാണ് മൂവ് ചെയ്യണമെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈക്വൽ ടു BLV സൈൻ തീറ്റ. ഓക്കെ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ലെൻസസ് ലോ സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ്